ഹലോ ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? ഹലോ. അതെ. ഓക്കെ. സോ നമ്മൾ ലാസ്റ്റ് നമ്മൾ ലീനിയർ റിഗ്രഷൻ ആയിരുന്നു ലാസ്റ്റേക്ക് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ്. അല്ല ലോജിസ്റ്റിക് പഠിക്കായിരുന്നു അല്ലേ? എന്നിട്ട് ഇവിടുന്ന് ഫോൾഡർ പോയി ഒരു മിനിറ്റ്. ഡയബറ്റിക്സ്. ഫയൽ ഇവിടുന്ന് പോയി. അതാ കിടക്കുന്നു. ഓക്കെ. നമ്മൾ ഡയബറ്റിക്സ് പ്രിഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലേ? ഓക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ആ വാല്യൂസിനെ സീറോസും വൺസിനെയും നമ്മൾ എന്ത് ചെയ്തു? റീപ്ലേസ് വെച്ച് ചേഞ്ച് ചെയ്തിരുന്നു അല്ലേ? സോ റൺ ഓൾ കൊടുക്കാം. വാല്യൂസ് ഒക്കെ ചെക്ക് ചെയ്തു. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ കൺഫ്യൂഷൻ മെട്രിക്സ് ചെയ്തു അല്ലേ? ഓക്കെ. ഓക്കെ. സോ നമ്മൾ പ്രിഡിക്ഷനും ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ആണ്. നമ്മളൊരു ഡാറ്റ സെറ്റ് വെച്ചിട്ടാണ് എന്ത് ക്ലാസിഫിക്കേഷൻ ആണോ റിഗ്രഷൻ ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഡാറ്റ സെറ്റിലെ ടാർഗറ്റ് കോളം ഏതാണെന്ന് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ നമ്മുടെ ടാർഗറ്റ് കോളം എന്ന് പറയുന്നത് ക്ലാസ് എന്ന് പറയുന്ന കോളം ആണ് നമ്മുടെ ടാർഗറ്റ് കോളം വരുന്നത്. അതാദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ അതിലത്തെ വാല്യൂസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? യുണീക്ക് വാല്യൂസ് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് മാത്രമാണ് യുണീക്ക് വാല്യൂസ് വരുന്നത്. സോ നമുക്കതൊരു ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഐദർ യെസ് അല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1. അങ്ങനെയുള്ള ഒരു ഫിക്സഡ് വാല്യൂ ആണ് നമ്മുടെ ടാർഗറ്റ് കോളത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു കാറ്റഗോറിക്കൽ ആണ് എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ അതൊരു ബൈനറി ബൈനറി ഡാറ്റയാണ് വരുന്നത്. നമ്മുടെ ടാർഗറ്റ് കോളത്തിൽ ബൈനറി ഡാറ്റ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് സെറ്റ് ഓഫ് ഡാറ്റയാണ് നമ്മുടെ ഔട്ട്പുട്ടിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതെന്ത് മനസ്സിലാക്കാം? അതൊരു ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആണ്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഡാറ്റ സെറ്റ് ആണ് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നമ്മുടെ പ്രോബബിലിറ്റി ആണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത് ഇൻപുട്ടിന് അനുസരിച്ചിട്ടുള്ള കറസ്പോണ്ടിങ്. ഇവിടെ സിഗ്മോയിഡ് ഫംഗ്ഷൻ ആണ് നമ്മൾ ഈ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മോയിഡ് ഫംഗ്ഷൻ ആണ് അതിന്റെ ബിഹൈൻഡിൽ വർക്ക് ചെയ്യുന്നത്. സോ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മോയിഡിന്റെ ഇക്വേഷൻ കണ്ടിട്ടുണ്ടോ? sigmoid function. General equation വന്നിട്ടുണ്ട്. സിഗ്മ ഓഫ് എക്സ് ഈക്വൽ ടു 1/1 പ്ലസ്
ഇ റേസ് ടു മൈനസ് എക്സ് ആണെങ്കിൽ എക്സ്, ഇസഡ് ആണ് കൺസിഡർ ചെയ്യുന്നതിന് ഇസഡ് കൊടുക്കാം. സോ ആ ഒരു ഇക്വേഷൻ തന്നെയാണ്, ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് എന്ത് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. റിഗ്രഷന്റെ കേസിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ലോജിസ്റ്റിക് റിഗ്രഷന് നമ്മൾ ആ ഒരു സിഗ്മോയിഡ് ഫംഗ്ഷന്റെ തന്നെ ഒരു ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അതായത് പ്രോബബിലിറ്റി ആണ് പോസിറ്റീവ് ക്ലാസിന്റെയും നെഗറ്റീവ് ക്ലാസിന്റെയും നമ്മളുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യും, ഇൻപുട്ട് ഫീച്ചേഴ്സിനെ കമ്പൈൻ ചെയ്ത് അതിന്റെ വെയിറ്റ്സ് ഒക്കെ എടുത്തിട്ട് ബയാസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത് സിഗ്മോയിഡ് ഫംഗ്ഷൻ വെച്ചിട്ട്. അതായത് ഏത് നമ്പറിനെയും അതിന്റെ പ്രോബബിലിറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ല, ഒരു ത്രെഷോൾഡ് വാല്യൂ 0.5 ഒരു ത്രെഷോൾഡ് വാല്യൂ ആയിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം അതിനേക്കാളും കൂടുതലുള്ളതിനെ നമ്മൾ 1 ആയിട്ടും കുറവുള്ളതിനെ 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു പറഞ്ഞു. ആ ഒരു ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ദെൻ അതിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് വാല്യൂ ആയിരിക്കില്ല, എന്തായിരിക്കും പ്രോബബിലിറ്റി, അതായത് 0 അല്ലെങ്കിൽ 1 ആ ഒരു റേഞ്ച് ഓഫ് ഡാറ്റ ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. ടാർഗറ്റ് ആണെങ്കിലും അത് തന്നെയാണ് വരിക. ബട്ട് ലീനിയർ റിഗ്രഷന്റെ കേസിൽ കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കും ഔട്ട്പുട്ട് വരിക. ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഏത് നമ്പർ വേണമെങ്കിലും ആവാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ ഫംഗ്ഷൻസിന്റെ കേസിൽ റിഗ്രഷനിൽ നമ്മുടെ സ്ലോപ്പിന്റെ ഇക്വേഷൻ y=mx+c എന്നുള്ള ആ ഒരു ഇക്വേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ സിഗ്മോയിഡിന്റെ ഇക്വേഷൻ ആണ് കൺസിഡർ ചെയ്യുക. എക്സാമ്പിൾ പറഞ്ഞാൽ y=1/1 + e⁻⁻z ആ ഒരു ഇക്വേഷൻ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ദെൻ ലീനിയർ റിഗ്രഷന്റെ കേസിൽ നമ്മൾ യൂസ് കേസ് എന്ന് പറയുവാണെങ്കിൽ സെയിൽസ് പ്രിഡിക്റ്റ് ചെയ്യുക, ഇതേപോലെ ഹൗസ് പ്രൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലീനിയർ റിഗ്രഷൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇനി ലോജിസ്റ്റിക് റിഗ്രഷൻ ആണെങ്കിൽ ഈ സ്റ്റോക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസീസ് ഉണ്ടോ ഇല്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഈ റിഗ്രഷൻ അല്ല ലോജിസ്റ്റിക് റിഗ്രഷൻ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ലോസ് ഫംഗ്ഷൻ നമുക്ക് വേണമെങ്കിൽ ലോജിസ്റ്റിക് റിഗ്രഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ അതിന് പകരം നമ്മൾ എന്ത് മീൻ സ്ക്വയർഡ് എറർ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ബൈനറി ക്ലോസ് എൻട്രോപ്പി ആണെങ്കിൽ നമുക്ക് ലോസ് ഫംഗ്ഷൻ ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റും. ഇത് ബൈനറി ആണ്, ബട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല എന്ന് മാത്രം. നമുക്ക് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടിലൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ദെൻ പോസിറ്റീവ് കോഎഫിഷ്യന്റ് ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് അഡീഷണലി അല്ലെങ്കിൽ കൂടുതലുള്ള വാല്യൂ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടും, അല്ലെങ്കിൽ ആ ഒരു കുറവ് ഒരു ചെറിയ പോയിന്റ് കുറവാണെങ്കിലും അത് 0 ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുമ്പോൾ സിഗ്മോയിഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്കോറിനെ പ്രോബബിലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിഗ്മോയിഡ് കൊടുക്കുന്നത്. ത്രെഷോൾഡ് എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ 0.5 എല്ലാ ക്ലാസ്സസിനും അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ലോസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ബൈനറിൻ്റെ കേസിൽ ബൈനറി ക്രോസ് എൻട്രോപ്പി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്, ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ്. ജനറലി പറഞ്ഞതാണ് കേട്ടോ. ഇതൊക്കെയാണ് ലോജിസ്റ്റിക് റിഗ്രഷനിൽ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡാറ്റ സെറ്റ് വെച്ച് ചെയ്ത് നോക്കാം. ഐറിസ് ഡാറ്റ സെറ്റ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. പുതിയൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫയലിന്റെ നെയിം മാറ്റുന്നുണ്ട്, എന്താക്കുന്നുണ്ട്, ഐറിസ് പ്രോബ്ലം എന്നാക്കുന്നുണ്ട്. എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് ആ ഒരു ഡാറ്റ സെറ്റിന്റെ ഒന്നല്ലെങ്കിൽ പാത്ത് കൊടുക്കണം, അതല്ലെങ്കിൽ ഇവിടെ ഐറിസിന്റെ ഡാറ്റ സെറ്റ് നമ്മൾ ലോഡ് ചെയ്യിപ്പിച്ചിട്ടില്ല. EDL ഉണ്ട്, EDL ആണല്ലോ ഐറിസ് എടുക്കുന്നത്. പാത്ത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് pandas as pd കൊടുക്കാം, റൺ ചെയ്യാം. ദെൻ ഫസ്റ്റത്തെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ഡാറ്റ ഈക്വൽ ടു pd ഡോട്ട് read_csv കൊടുക്കുന്നുണ്ട് ബ്രാക്കറ്റിൽ.
ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പിന്നെ ഇവിടെ ആ ഒരു പാത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. pd.read.csv കൊടുത്ത് ദെൻ ഡാറ്റ കൊടുത്ത് നോക്കാം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫയൽ നോട്ട് ഫൗണ്ട് ആണ് വരുന്നത്. pd.read.csv ഓക്കെ. മൊത്തം പാത്തൊന്ന് കോപ്പി ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, സ്റ്റിൽ ഫയൽ നോട്ട് ഫൗണ്ട് അല്ലേ. ഈ മൈ ഫയൽസ് എവിടെയാണെന്നും കൂടി നമുക്ക് കൊടുക്കാനുണ്ട്. സോ ആ ഒരു എൻ്റയർ പാത്ത് നമുക്ക് കൊടുക്കാം. സോ ഫയൽ എക്സ്പ്ലോറർ എടുക്കുന്നുണ്ട്. CL യൂസേഴ്സിൽ സ്ക്രീൻ്റെ ഉള്ളിൽ മൈ ഫയൽസിൻ്റെ കോപ്പി ചെയ്യാം. അതും കൂടി ഇവിടെ ആഡ് ചെയ്യാം. ദെൻ ഒന്നും കൂടി ഒന്ന് ലോഡ് ചെയ്യാം. കണ്ടോ, ആ പാത്ത് കംപ്ലീറ്റ്ലി പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരും കേട്ടോ. ഒന്നില്ലെങ്കിൽ ഈ ഒരു ഫോമാറ്റ് കൊടുക്കാം, ഇത് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കമൻ്റായില്ലേ, കമൻ്റല്ല അല്ലേ, റണ്ണാണല്ലോ. ഈ ഒരു ലൈൻ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഡാറ്റ ഈക്വൽസ് pd ഡോട്ട് റീഡ് അണ്ടർസ്കോർ csv ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കാം. എന്നിടയിൽ നമുക്ക് പാത്ത് വേരിയബിൾ ബേസ് dir എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിക്കാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആബ്സല്യൂട്ട് പാത്ത് നമ്മളിപ്പോൾ കൊടുത്തത് ഈ ആർ ഇട്ട് കൊടുക്കുന്നതിനെ എന്ത് പറയും, ആബ്സല്യൂട്ട് പാത്ത് എന്ന് പറയും. അതൊന്ന് കമൻറ്റ് ചെയ്തിടാം. ആബ്സല്യൂട്ട് പാത്ത് എന്ന് പറയും. ഇനി റിലേറ്റീവ് പാത്ത് നമ്മൾ കൊടുക്കാൻ പോവാണ്. സോ റീഡ് CSVൻ്റെ ഉള്ളിൽ കോഡ്സ് കൊടുക്കുന്നുണ്ട്. Control V. So ഈ ഒരു പാത്ത് കോപ്പി ചെയ്യുന്നുണ്ട്. സ്ലാഷ് ഓപ്പോസിറ്റ് ആയിരുന്നൊക്കെ കോപ്പി പേസ്റ്റ് ഒക്കെ വന്നിട്ട് ആ തന്നെ കൊടുക്കുന്നുണ്ട്. ഇവിടെ മൈ ഫയൽസിന് മുമ്പായിട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
കറണ്ട് ഡയറക്ടറിൻ്റെ ഉള്ളിലാണെങ്കിൽ ജസ്റ്റ് ആ പാത്ത് കൊടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ ആ ഒരു ഡയറക്ടറിൻ്റെ ബാക്ക്, അതായത് എച്ച് പിൻ്റെ ഉള്ളിൽ മൈ ഫയൽസിൽ ആ ഒരു പാത്ത് ഒന്നും ബാക്ക്വേർഡ് പോകുന്നുണ്ട്, ആ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഐദർ ഒറ്റ കറണ്ട് ഡയറക്ടറി ആണെങ്കിൽ ഒറ്റ ഡോട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഡബിൾ ഡോട്ട് കൊടുക്കേണ്ടി വരും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, റിലേറ്റീവും ആബ്സല്യൂട്ടും വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന്. കറണ്ട് ഡയറക്ടറി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി, ആ ഒരു പാത്ത് മാത്രം കൊടുത്തു നോക്കാം. ഫയൽ നോട്ട് ഫൗണ്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഐദർ എൻ്റയർ പാത്ത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഒരു സ്ലാഷ് കൊടുത്താൽ വരാറുണ്ട്. സ്റ്റിൽഡ് ഫയൽ നോട്ട് ഫൗണ്ട് എറർ ആണ്. സോ ആ സ്ലാഷ് തന്നെ എന്ത് കൊടുത്താൽ മതി, ഈ രണ്ടെണ്ണം കൊടുത്തിട്ട് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. എൻ്റയർ പാത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. കണ്ടോ, ഇവിടെ ഡബിൾ സ്ലാഷ് 6 കൊടുക്കാതെ ഡബിൾ സ്ലാഷ് കൊടുത്താലും നമുക്ക് എന്തുണ്ടാവും, ആ ഒരു ഫയലിനെ ലോഡ് ചെയ്യാൻ പറ്റും. സോ ഇതിന് റിലേറ്റീവ് പാത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ കറണ്ട് ഡയറക്ടറി ആണെങ്കിൽ ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി, ആ ഒരു പാത്ത് മാത്രം കൊടുത്താൽ മതി. ഡോട്ട് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മളെ ഫോൾഡറിൻ്റെ പുറത്തേക്ക് പോയിട്ട് നെക്സ്റ്റ് ഫോൾഡർ ചൂസ് ചെയ്യേണ്ട ആ ഒരു ഇഷ്യൂ വരുന്നുണ്ട് EDൻ്റെ അവിടെ, അതുകൊണ്ട് അവിടെ ഒരു ഫ്ലാഷ് വരാം. അതുകൊണ്ടാണ് EDൻ്റെ അവിടെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഈ രണ്ട് രീതിക്ക് നമുക്ക് നമ്മുടെ ഡാറ്റാ സെറ്റിനെ ലോഡ് ചെയ്യാൻ പറ്റും. ഇത് മാത്രമൊന്നല്ല കേട്ടോ, വേറെ മെത്തേഡ്സ് ഉണ്ട്. ജസ്റ്റ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ജസ്റ്റ് പറഞ്ഞതാണ്. സോ നമ്മൾ രണ്ട് രീതിക്ക് ഡാറ്റാ സെറ്റിന് ലോഡ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു. ദെൻ പാണ്ടാസ് ലോഡ് ചെയ്തു, നമ്മൾ ഡാറ്റാ സെറ്റിന് ലോഡ് ചെയ്തു. സോ ആ ഒരു ഡാറ്റാ സെറ്റ് ആണ് നമ്മുടെ അടുത്ത്. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, കോളം നെയിംസ് ചെക്ക് ചെയ്യുക. സോ കോളംസ് ഡാറ്റ ഡോട്ട് കോളംസ് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് ആ കോളം നെയിംസ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഡാറ്റ ഡോട്ട് ഡി ടൈപ്സ് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, നൾ വാല്യൂസ് ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ. സോ ഡാറ്റ ഡോട്ട് ഈസ് നൾ ഫങ്ഷൻ ബ്രാക്കറ്റ്സ് ഡോട്ട് സം കൊടുക്കുക. അഗെയിൻ ഫങ്ഷൻ ബ്രാക്കറ്റ്സ് റൺ ചെയ്യുക. സോ നൾ വാല്യൂസ് ഒന്നും ഇല്ല, നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എക്സും വൈ ആയിട്ട്, അതായത് ട്രെയിനിങ്ങിനും ടെസ്റ്റിങ്ങിനും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, ഫീച്ചേഴ്സും ടാർഗറ്റും ആയിട്ട്. സോ എക്സ് ഈക്വൽ ടു എന്ത് കൊടുക്കുക, ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് ബ്രാക്കറ്റിൽ, ഡ്രോപ്പിൻ്റെ ഫങ്ഷൻ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, സിംഗിൾ കോട്ട്സിൽ നമ്മുടെ കോളത്തിൻ്റെ പേര് വെറൈറ്റി കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി കേട്ടോ, വെറൈറ്റി. ദെൻ കൊടുക്കുന്നുണ്ട് കോമ, ആക്സിസ് ഈക്വൽ 1 കൊടുക്കുന്നുണ്ട്, അതായത് കോളം വൈസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ വൈ ഈക്വൽ എന്ന് കൊടുക്കുക, ഡാറ്റയിലെ വെറൈറ്റി എന്ന് പറയുന്ന കോളമാണ് നമ്മുടെ ടാർഗറ്റ് കോളം വരുന്നത്. സോ അതങ്ങ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ എക്സും കൊടുത്തിട്ടുണ്ട്, വൈയും കൊടുത്തിട്ടുണ്ട്, ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ടാർഗറ്റും സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ലെന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എക്സും വൈയും കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ എക്സ് ട്രെയിൻ കോമ എക്സ് ടെസ്റ്റ് കോമ കൊടുക്കുന്നുണ്ട്, വൈ ട്രെയിൻ കോമ വൈ ടെസ്റ്റ് ഈക്വൽസ് എന്ന് കൊടുക്കുക. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഫംഗ്ഷൻ കൊടുക്കണം. സോ അത് ഇമ്പോർട്ട് ചെയ്യാനുണ്ട് കേട്ടോ, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ ബ്രാക്കറ്റിൽ, ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കണം, എക്സ് കോമ വൈ കോമ ടെസ്റ്റ് സൈസ് ഈക്വൽ 0.2 കോമ റാൻഡം സ്റ്റേറ്റ് കൊടുക്കുക ഈക്വൽസ് ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ, 20 കൊടുക്കാം. എസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റിനെ ഇമ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. സോ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ആദ്യമേ ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കാം. നമുക്ക് പാണ്ടാസ് മാത്രമല്ല നമുക്ക് വേണ്ടി വരാം, വിഷ്വലൈസേഷൻ വേണ്ടി വരും. സോ മാറ്റ്പ്ലോട്ലിബും സീബോണും ഇമ്പോർട്ട് ചെയ്യാം.
ഇമ്പോർട്ട് ഫിബൊനാച്ചി SNS കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇമ്പോർട്ട് matplotlib ഡോട്ട് pyplot as plt കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വേണ്ടി വരിക ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് അല്ലേ. സോ ഫ്രം sklearn ഡോട്ട് മോഡൽ സെലക്ഷൻ മോഡൽ അണ്ടർസ്കോർ സെലക്ഷൻ ഇമ്പോർട്ട് എന്ത് കൊടുക്കാം, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുക. ദെൻ നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ അതും കൂടി ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. ഫ്രം sklearn ഡോട്ട് ലീനിയർ മോഡൽ തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ലീനിയർ അണ്ടർസ്കോർ മോഡൽ കൊടുക്കുക. ഇമ്പോർട്ട് ലോജിസ്റ്റിക് റിഗ്രഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് ആക്യുറസി സ്കോറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. സോ അതും കൂടി ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കാം. ഫ്രം sklearn ഡോട്ട് മെട്രിക്സ് ഇമ്പോർട്ട് accuracy score കോമ നെക്സ്റ്റ് കൺഫ്യൂഷൻ മെട്രിക്സ് വേണം അല്ലേ. സോ കൺഫ്യൂഷൻ മെട്രിക്സ് കോമ ദെൻ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് വേണം. സോ അതും കൂടി ആഡ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ളത്. സോ അതെല്ലാം ഒരുമിച്ചങ്ങ് കൊടുത്തെന്ന് മാത്രം. എപ്പോഴും ഓരോന്ന് വരുമ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യാൻ നിൽക്കണ്ടല്ലോ. സോ അതങ്ങ് ഒറ്റയടിക്ക് അങ്ങ് കൊടുത്തു. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റിൽ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത് റൺ ചെയ്തിട്ടില്ല, പക്ഷെ ആ ഒരു സെല്ലിനെ റൺ ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്ട്രെയിൻ്റെ ഷേപ്പും അതേപോലെ തന്നെ എക്സ്റ്റെസ്റ്റിൻ്റെ ഷേപ്പും നമുക്കൊന്ന് നോക്കാം. എക്സ്ട്രെയിൻ ഡോട്ട് ഷേപ്പ് എത്ര വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തതെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് എക്സ്ട്രെയിൻ ഡോട്ട് ഷേപ്പും എക്സ്റ്റെസ്റ്റ് ഡോട്ട് ഷേപ്പും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. 120 30 എന്നുള്ളതിലേക്ക് ടോട്ടൽ എത്ര റോസ് ഉണ്ട്, 150 ആണ്. അപ്പോൾ 20% ട്രെയിൻ ടെസ്റ്റിങ്ങിൽ 20% ആണ് കൊടുത്തിരുന്നത്. സോ 30 എന്താണ് ട്രെയിൻ ടെസ്റ്റിങ്ങിനും 120 റോസിനെ ട്രെയിനിങ്ങിനും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മോഡൽ ക്രിയേറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കാം, മോഡൽ ഈക്വൽ ടു ലോജിസ്റ്റിക് റിഗ്രഷൻ ഫംഗ്ഷൻ ബാക്കറ്റ് കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ മോഡലിനെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ഫിറ്റ് ചെയ്യണം. അതായത് ആ ഒരു വാല്യൂവിൽ, ആ ഒരു ഫംഗ്ഷനെ നമുക്ക് ആ ഒരു വാല്യൂവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. സോ മോഡൽ ഡോട്ട് ഫിറ്റ് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, എക്സ്ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുക. സോ എക്സ്ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുക. സെല്ലിനെ റൺ ചെയ്യാം. സോ ഇപ്പം നമ്മുടെ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സ്കോറൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. സോ മോഡലിൻ്റെ സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽ ഡോട്ട് സ്കോർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, എക്സ്ട്രെയിൻ കോമ വൈ ട്രെയിൻ. എക്സ്ട്രെയിനും വൈ ട്രെയിനും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് റൺ ചെയ്യാം. സോ 0.96 ആണ് വരുന്നത് മോഡലിൻ്റെ സ്കോറ്. സോ അത്യാവശ്യം നല്ല സ്കോറാണ് നമുക്ക് മോഡലിന് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്ത് നോക്കാം. സ്കോർ അതായത് ട്രെയിനിങ്ങിൻ്റെ സ്കോറ് 0.96 വരുന്നുണ്ട്. ഇനി ടെസ്റ്റിങ്ങിന് എത്രയാണെന്ന് നോക്കാം. കൊടുക്കാം മോഡൽ ഡോട്ട് സ്കോർ ബ്രാക്കറ്റിൽ എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ്. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. 0.93 ആണ് എന്ത് വരുന്നത്, ടെസ്റ്റ് സ്കോർ വരുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ ട്രെയിനിങ് സ്കോറും ടെസ്റ്റിംഗ് സ്കോറും അത്യാവശ്യം നല്ല സ്കോർ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രിഡിക്ഷൻ ചെയ്ത് നോക്കാം. എന്നിട്ട് പ്രിഡിക്റ്റ് ചെയ്തിട്ട്
എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ വൈപ്രെഡ് ഈക്വൽ ടു ഇത് കൊടുക്കാം മോഡൽ ഡോട്ട് പ്രിഡിക്റ്റ് കൊടുക്കുക, ബ്രാക്കറ്റിൽ എക്സ് ടെസ്റ്റിനെ പാസ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം അസല് റൺ ചെയ്യുക. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രൂ വാല്യൂസും പ്രിഡിക്റ്റഡ് വാല്യൂസും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പി ഡി ഡോട്ട് കൊടുക്കുക ഡാറ്റ ഫ്രെയിം ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കീ വാല്യൂ പെയറായിട്ടാണ് കേട്ടോ നമ്മൾ പാസ് ചെയ്യുന്നത്. നമ്മൾ ഇനീഷ്യലി പൈൻ്റെ ഇതിൽ പഠിച്ചതുപോലെ ഇതിൽ ഡിക്ഷണറി ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ട്രൂ വാല്യൂസ് ആണ് നമ്മുടെ കോളം നെയിം വരിക. ദെൻ ലിസ്റ്റ് ഓഫ് വാല്യൂസിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, ടെസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിനെ പാസ് ചെയ്യുവാണ്. ദെൻ നെക്സ്റ്റ് പ്രിഡിക്റ്റഡ് വാല്യൂസ് ആണ് വരുന്നത് അല്ലേ. സോ പ്രിഡിക്റ്റഡ് വാല്യൂസ് പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്തായിരിക്കും, വൈപ്രെഡ് ആയിരിക്കും. സോ വൈപ്രെഡ് കൊടുക്കുന്നുണ്ട്, റൺ ചെയ്യുക. സോ ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ളത് നമ്മുടെ ആക്ച്വൽ വാല്യൂസും റൈറ്റ് സൈഡിൽ പ്രിഡിക്റ്റഡ് വാല്യൂസ് ആണ് വരുന്നത്. സോ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള വാല്യൂസ് തന്നെയാണ് വരുന്നത് അല്ലേ. ഇതിലിപ്പോൾ കറൻ്റ്ലി കാണുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണ് പ്രിഡിക്ഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആക്യുറസി സ്കോർ ചെക്ക് ചെയ്യാം. വൈപ്രെഡും ടെസ്റ്റും തമ്മിലുള്ള ആക്യുറസി സ്കോർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇത് കൊടുക്കാം ആക്യുറസി സ്കോർ ഓഫ് ഇതിൻ്റെ ടെസ്റ്റിൻ്റെയും വൈപ്രെഡിൻ്റെയും, അതായത് പ്രിഡിക്റ്ററിൻ്റെയും ആക്ച്വലായിട്ട് അറൗണ്ട് 0.93 ഉണ്ട്. അത്യാവശ്യം നല്ല സ്കോർ ഉണ്ട്. നമുക്ക് കൺഫ്യൂഷൻ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം. സോ സി എം ഈക്വൽസ് എന്ത് കൊടുക്കാം, കൺഫ്യൂഷൻ മെട്രിക്സ് ദെൻ ബ്രാക്കറ്റിൽ ഇത് കൊടുക്കുക, ടെസ്റ്റ് കൊടുക്കുക, ടെസ്റ്റ് കോമ വൈപ്രെഡ് കൊടുക്കുക. ദെൻ ചെയ്യാം, അതായത് കൺഫ്യൂഷൻ മെട്രിക്സിൻ്റെ വാല്യൂ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ദെൻ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഹീറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ കോളത്തിൻ്റെ കൗണ്ട് കൂടിയിട്ടുണ്ട്. സോ ചെക്ക് ചെയ്ത് നോക്കാം. SNS ഡോട്ട് ഹീറ്റ് മാപ്പ് കൊടുക്കുക, ബ്രാക്കറ്റിൽ കൺഫ്യൂഷൻ മെട്രിക്സിൻ്റെ നെയിം കോമ എന്താണ് അൺനോട്ട് ഈക്വൽ ടു ട്രൂ കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ നമുക്ക് എക്സ് ലേബിൾ വേണം അല്ലേ. സോ PLT ഡോട്ട് എക്സ് ലേബിൾ കൊടുക്കുക, ബ്രാക്കറ്റ്സിൽ പ്രിഡിക്ഷൻ, അതേപോലെ വൈ ലേബിൾ കൊടുക്കുക, PLT ഡോട്ട് വൈ ലേബിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ റിപ്പോർട്ട്സ് കൊടുക്കുക, ട്രൂ വാല്യൂസ്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ കൺഫ്യൂഷൻ മെട്രിക്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ എന്താ ഒരു കോളനും കൂടെ കൂടിയെന്ന് മനസ്സിലായോ? ബിക്കോസ് നമ്മുടെ ടാർഗറ്റ് കോളത്തിലെ വാല്യൂസ് യൂണീക്ക് വാല്യൂസ് ഇട്ട് നോക്കിയാൽ 3 ആയിരിക്കും വരുന്നത്. സോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഔട്ട്പുട്ട് വരുന്നത്. എന്ത് ചെയ്യാം, വെറൈറ്റി എന്ന് പറയുന്ന ആ ഒരു കോളത്തിൻ്റെ യൂണീക്ക് വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഇത് കഴിഞ്ഞതിന് ശേഷം കൊടുക്കാം ഡാറ്റ ബ്രാക്കറ്റിൽ സിംഗിൾ കോട്ട്സിൽ വെറൈറ്റി ഡോട്ട് യൂണീക്ക് കൊടുക്കുക, റൺ ചെയ്യുക. കണ്ടോ, നമുക്ക് 3 വാല്യൂസ് യൂണീക്ക് വാല്യൂസ് ആണ് നമ്മുടെ ഔട്ട്പുട്ടിൽ വരാൻ ചാൻസ് ഉള്ളത്, സെറ്റോസോ വേഴ്സിക്കളോ വേർജിനിക്ക. സോ അതുകൊണ്ടാണ് നമ്മുടെ കൺഫ്യൂഷൻ വന്നത്, 3 റോസും 3 കോളംസും വന്നത് കേട്ടോ. ഓക്കെ, അതിൻ്റെ ബേസിസിലാണ് ഈ വന്നിരിക്കുന്ന വാല്യൂസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്, ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാം. സോ കൊടുക്കുക പ്രിന്റ്
classification report of white test white red കൊടുക്കുക. സോ നമ്മുടെ പ്രിസിഷൻ റീകോൾ F1 സ്കോർ, അതുപോലെ തന്നെ സപ്പോർട്ട് എന്നുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് വരും. നെക്സ്റ്റ് ഇതാണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ 3 നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കാറ്റഗറി ആണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. സോ അത് കൊടുക്കണേക്കാളും മുമ്പായിട്ട് നമുക്ക് ആ വാല്യൂസും കൂടി ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. ബിക്കോസ് നമ്മൾ വെറുതെ ഇങ്ങനെ നമ്പർ കൊടുത്തിട്ട് കാര്യമല്ലോ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണ്ടേ. സെപ്പൽ ലെങ്ത് ഒരു 5, സെപ്പൽ വെഡ്ത്ത് ഒരു 3 ലെവൽ കൊടുത്തു കഴിഞ്ഞാൽ പെറ്റൽ ലെങ്ത് 1 ആണെങ്കിൽ 1.5 എന്നുള്ള റേഞ്ച് ആണെങ്കിൽ സെറ്റോസി ആയിട്ടാണ് പ്രിഡിക്റ്റ് ചെയ്യേണ്ടത്. ദെൻ പെറ്റൽ ലെങ്ത് 0.2 ഈ ഒരു റേഞ്ചിൽ നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. ഓക്കെ, സെറ്റോസ് വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾറെഡി ഉള്ള ഡാറ്റ ഒന്ന് കൊടുത്ത് നോക്കാം. സോ പ്രിഡിക്റ്റിൻ്റെ ഉള്ളിൽ അതായത് ഏറ്റവും താഴത്തേക്ക് പോവുക, എന്നിട്ട് എന്ത് കൊടുക്കുക, മോഡൽ ഡോട്ട് പ്രിഡിക്റ്റ് കൊടുക്കുക. ദെൻ ഫങ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം കേട്ടോ. ഒരു സ്ക്വയർ ബ്രാക്കറ്റ് അല്ല, ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ്. ദെൻ 1.5 3.5 1.4 നമുക്ക് റൺ ചെയ്ത് നോക്കാം. സെറ്റാസ വരുന്നുണ്ട് കണ്ടോ. സോ നമുക്ക് വേറൊരു വാല്യൂ വെച്ചിട്ട് പ്രിഡിക്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. മോഡൽ ഡോട്ട് കൊടുക്കുക, പ്രിഡിക്റ്റ് കൊടുക്കുക, ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എഗെയിൻ ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ദെൻ അതിൻ്റെ ഉള്ളിലായിട്ട് വാല്യൂസ് കൊടുത്ത് നോക്കാം. 5, 3, 2.3, 4 കൊടുത്ത് നോക്കാം. സെറ്റോസ് തന്നെയാണ് വരുന്നത്. ഇവിടെ ചേഞ്ച് ചെയ്ത് നോക്കാം. വേഴ്സി കളർ ആവുന്നുണ്ട്. സോ വേറെയും പ്രിഡിക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക, ഏതാണ് ഔട്ട്പുട്ട് വരുന്നതെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതിൽ നമുക്ക് വിഷ്വലൈസേഷൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ. ഓക്കെ, നമുക്ക് ഇനി ആദ്യം തൊട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ ഡാറ്റാ സെറ്റിന് ആദ്യം മനസ്സിലാക്കണം എന്തിൻ്റെ ഡാറ്റാ സെറ്റാണെന്നുള്ളത്. ഐറിസ് എന്ന് പറയുന്നത് ഒരു ഫ്ലവറിൻ്റെ സ്പീഷീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഡാറ്റാ സെറ്റാണ് ഈ ഐറിസ് ഡാറ്റാ സെറ്റ്. ആ ഡാറ്റാ സെറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോളംസ് വെറൈറ്റി, അതായത് ഓരോ കോളംസിലെ യൂണിക് വാല്യൂസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, അത് നമ്മൾ ടാർജറ്റ് കോളം ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതിലിപ്പോൾ ടാർജറ്റ് കോളം നമുക്ക് കണ്ടാലേ മനസ്സിലാവും അത് വെറൈറ്റി ആണ്, ഏത് വെറൈറ്റിയിൽ പെടുന്ന ഫ്ലവർ ആണ്, അല്ലെങ്കിൽ ആ ഒരു ഏത് സ്പീഷീസിലാണ് പെടുന്നതെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇതൊരു ലോജിസ്റ്റിക് റിഗ്രഷൻ അൽഗോരിതം ആണ്. നമ്മളിതിൽ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ആണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. സോ ഇനീഷ്യലി നമുക്ക് വേണ്ടുന്ന ഇമ്പോർട്ട്സ് ആണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പാണ്ടാസ് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ നമ്പയും കൂടി ഇമ്പോർട്ട് ചെയ്യാം റിക്വയർഡ് ആണെങ്കിൽ. ഇറ്റ് ഈസ് റിക്വയർഡ് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം കേട്ടോ, അതിന് യാതൊരു ഇഷ്യൂസ് ഇല്ല. ഡാറ്റ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, പാണ്ടാസ് നമ്പയൊക്കെ യൂസ് ചെയ്യുക. ദെൻ മാറ്റ്പ്ലോട്ലിബ്, സീബോ എന്ന് പറയുന്നത് എന്താ, വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈബ്രറീസ് ആണിത്. മാറ്റ്പ്ലോട്ലിബ്, സീബോൺ. ദെൻ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്, അതായത് നമ്മുടെ ഡാറ്റേനെ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. ട്രെയിനിങ് ഡാറ്റ സെറ്റായിട്ടും അതേപോലെ തന്നെ ടെസ്റ്റിംഗ് സെറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഇവിടെ ആണോ, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ മോഡൽ, അതാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു റിഗ്രഷൻ, ആ ഒരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഈ ഒരു പ്രിഡിക്ഷൻ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ആക്യുറസി സ്കോർ, അതേപോലെ തന്നെ കൺഫ്യൂഷൻ മെട്രിക്സ്, അതൊക്കെ നമ്മൾ പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതൊക്കെ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറിക്കൽ കോളത്തിനെ റിക്വയർഡ് ആണെങ്കിൽ വെറൈറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലേബിൾ എൻകോഡിങ് ചെയ്യാം. ഡിപ്പെൻസ്, നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാം. എന്തായിരുന്നു, എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഹലോ, എന്താ പറഞ്ഞില്ല. ഓക്കെ. ലേബിൾ എൻകോഡിങ് കമ്പൽസറി അല്ല, നിങ്ങൾക്ക് കാറ്റഗറിക്കലിനെ ന്യൂമറിക്കലിലേക്ക്, അതായത് നമ്മുടെ ടാർഗറ്റ് കോളം ആണ് ഇതുണ്ട് കാറ്റഗറിക്കലായിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് കൺവേർട്ട് ചെയ്യാനുള്ളത്. സോ ബാക്കി ഏതെങ്കിലും ഫീച്ചേഴ്സിൽ ഏതെങ്കിലും കാറ്റഗറിക്കൽ ആയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും എന്ത് ചെയ്യണം, ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ നമ്മൾ ഡാറ്റ സെറ്റിനെ ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 2 മെത്തേഡ്സ് നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ജുപിറ്ററിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. കൊളാബിലാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ഭാഗത്ത് കോപ്പി പേസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ലോഡ് ആയിക്കോളും, വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല. നെക്സ്റ്റ് നമുക്ക് ആ ഒരു ഡാറ്റനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ കോളംസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താൽ ആ കോളം എന്തൊക്കെയാണ്, അതിലുള്ള കോളംസ് നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടും. ദെൻ ഓരോ സ്പെസിഫിക് കോളത്തിൻ്റെ യുണീക്ക് വാല്യൂസ് വേണമെങ്കിൽ എന്ത് കൊടുത്താൽ മതി, വെറൈറ്റി ഡോട്ട് യുണീക്ക് കൊടുത്ത പോലെ തന്നെ എല്ലാ കോളംസിൻ്റെയും യുണീക്ക് വാല്യൂസ് നമുക്ക് യുണീക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഇൻഫോ എടുത്ത് നോക്കാം. സോ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ, ആ ഒരു ഡാറ്റ ഫ്രെയിമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് ഓരോ കോളത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്താൽ മതി, ഇൻഫോ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. സോ ഇൻഫോയിൽ നൾ വാല്യൂസ് ഉണ്ടോ, ഏത് ഡാറ്റ ടൈപ്പ് ആണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ സ്പെസിഫൈ, ഇൻക്ലൂഡിങ് അതിൻ്റെ മെമ്മറി യൂസേജ് അടക്കം നമുക്ക് അവിടെ വിസിബിൾ ആണ്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഡാറ്റ ഡോട്ട് കൊടുക്കുക, ഡിസ്ക്രൈബ് ചെയ്ത് നോക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് സോറി റൺ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ന്യൂമറിക്കൽ കോളംസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. എത്ര കൗണ്ട് ഉണ്ട്, മീൻ എത്രയാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയൊക്കെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൽ കിട്ടും. അതേപോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ വെറൈറ്റി എന്ന് പറയുന്ന കോളത്തിൽ ഇതിപ്പോൾ എത്ര യൂണീക്ക് വാല്യൂസ് ഉണ്ടെന്നല്ല കിട്ടിയത്, അതിൻ്റെ കൗണ്ടും കൂടെ വേണമെങ്കിൽ, അതായത് ആ ഒരു വാല്യൂ കൗണ്ടും കൂടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം, സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ഒരു കോളം നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. വെറൈറ്റി ഡോട്ട് എന്ത് കൊടുക്കുക, വാല്യൂ കൗണ്ട് കൊടുക്കുക. വാല്യൂ കൗണ്ട്സ് ആണ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. സോ ഓരോ വെറൈറ്റിയിലും എത്ര റോസ് വരുന്നുണ്ട് എന്നുള്ളത്, അതായത് സെറ്റോസ 50 റോസ് വരുന്നുണ്ട്, വേഴ്സി കളർ 50 റോസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ വേർജിനിക്കും 50 റോസ് വരുന്നുണ്ട്. സോ കൃത്യമായിട്ട് അതിൻ്റെ എന്ത് നടക്കും, പ്രിഡിക്ഷൻസ് നടക്കും. ബിക്കോസ് നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് ഉണ്ട്. സോ അതിൽ വലിയ വേരിയേഷൻസ് ഒന്നും വരില്ല, പ്രിഡിക്ഷൻ പ്രോപ്പറായിട്ട് നടക്കും. സോ ഏത് കളർ നമ്മൾ ഫീച്ചേഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്കതിലത്തെ വാല്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർ കൗണ്ട് നമുക്ക് അവിടെ കിട്ടും. അല്ലെങ്കിൽ ഒരു കോളത്തിലെ വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രിഡിക്ഷനിൽ വരാനുള്ള ചാൻസ് കുറവാണ് അല്ലേ. ഇപ്പോൾ സെറ്റോസ് ഒരു 10 എന്നുള്ള, ബാക്കിയെല്ലാം ഒരു ഇപ്പോൾ 45 ഇതുണ്ട്, 100 ആണെന്ന് വിചാരിക്കാം. സോ ബാക്കിയെല്ലാം 45 ആണെങ്കിൽ സെറ്റോസ് ഔട്ട്പുട്ടിൽ പ്രിഡിക്ഷനിൽ വരാൻ ചാൻസ് കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. സോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഡാറ്റ സെറ്റിൽ ഇല്ല. സോ വാല്യൂ കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ കൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇൻഫോ എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്സിൻ്റെയും അതേപോലെ തന്നെ മെഷീൻ വാല്യൂസിൻ്റെ ഒക്കെ കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഫോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഡിസ്ക്രൈബ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറി ആണ് നമുക്ക് മുകളിൽ കിട്ടുന്നത്. പിന്നെ അതേപോലെ വാല്യൂ കൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര സാമ്പിൾസ് ഓരോ സ്പീഷീസിലും, ഇതിപ്പോൾ ഓരോ വെറൈറ്റിയിലും എത്ര സാമ്പിൾസ് വീതം ഉണ്ട് എന്നുള്ള ഒരു കൗണ്ടാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വിഷ്വലൈസേഷൻ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ന്യൂമറിക്കൽ അതായത് നൾ വാല്യൂസ് ഇല്ലാന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം, വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കാം. SNS ഡോട്ട് എന്ത് കൊടുക്കുക, പെയർ പ്ലോട്ട് ചെയ്ത് നോക്കാൻ പറ്റും. പെയർ പ്ലോട്ട്, ദെൻ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, ഡാറ്റ കോമ ക്യൂ ഈക്വൽ ടു കോഡ്സിൽ വെറൈറ്റി കൊടുക്കുന്നുണ്ട്. ദെൻ
സോ സ്പീഷീസിനെ നമുക്ക് എന്ത് ചെയ്യാം, കളേർഡ് വെറൈറ്റീസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് വരുന്നത്. സോ പെയർ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സിനെയും കമ്പൈൻ ചെയ്തിട്ട് കളർ ചെയ്ത് വരും. നമുക്ക് ഓരോ സ്പീഷീസിന് ഓരോ കളർ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ പാറ്റേൺസ്, ഓരോ ക്ലാസ് തമ്മിലുള്ള സെപ്പറേഷൻസ് കാര്യങ്ങളൂടെ ഉണ്ടാവും. വെറൈറ്റീസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു കളർ വെച്ചിട്ട് മനസ്സിലാക്കാം ഏത് കളർ ഏത് കാറ്റഗറീനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത്. സോ നമുക്ക് ഈ വെറൈറ്റിയിൽ നമുക്ക് ഡാറ്റ പോയിന്റ്സ് എങ്ങനെയാണ്, ഇതിൻ്റെ റിലേഷൻ എങ്ങനെയാണെന്നൊക്കെ ഈ ഒരു ഡാറ്റ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്നത് വേറെയും വിഷ്വലൈസേഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റേനെ കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ വേണമെങ്കിൽ ചെയ്യാം. ദെൻ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ലേബൽ എൻകോഡിങ് യൂസ് ചെയ്തിട്ട് ഇതിനെ നമ്പേഴ്സ് ആക്കണമെങ്കിൽ ആക്കാം കേട്ടോ. ടാർഗറ്റ് കോളേജിനെ ന്യൂമറിക്കൽ ആക്കണമെങ്കിൽ ആക്കാം, അത് ഇഷ്യൂസ് ഇല്ല. കമ്പൽസറി അല്ല, ബട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് മാത്രം. എക്സ് ട്രെയിനും വൈ ട്രെയിനും ആക്കണേക്കാളും മുമ്പായിട്ട് എന്ത് ചെയ്യുക, ലേബൽ എൻകോഡിങ്, അതായത് ഇതിന് മുമ്പായിട്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ലേബൽ എൻകോഡിങ് ചെയ്യാൻ പറ്റും. സോ എൽ ഈക്വൽ ടു ഇത് കൊടുക്കുക, ലേബൽ എൻകോഡർ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്, നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ വെറൈറ്റി ഈക്വൽ എന്ത് കൊടുക്കുക, എൽ ഇ ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുക, ബ്രാക്കറ്റിൽ അഗെയിൻ എന്ത് കൊടുക്കുക, ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം, സ്ക്വയർ ബ്രാക്കറ്റ്, ദെൻ സിംഗിൾ കോട്ട്സ്, അതിൻ്റെ ഉള്ളിൽ വെറൈറ്റി കൊടുക്കുക. അങ്ങനെ വേണമെങ്കിൽ കൊടുത്താൽ എന്തായിരിക്കും, സെറ്റോസേനെ 0 ആയിട്ടും ബോയ്സി കളറിനെ 1 ആയിട്ടും അതേപോലെ തന്നെ വെർജിനിക്കേനെ 2 ആയിട്ടും ഓട്ടോമാറ്റിക്കലി കൺസിഡർ ചെയ്യും. ഇത് കമ്പൽസറി അല്ല, ബട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. സോ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ കറസ്പോണ്ടിങ് നമ്മൾ ലേബൽ എൻകോഡിങ് ചെയ്തിട്ടുള്ള ആ കറസ്പോണ്ടിങ് നമ്പർ ആയിട്ടായിരിക്കും നമുക്ക് വരിക കേട്ടോ. സോ വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്തതിന് ശേഷം എക്സും വൈയും കൊടുക്കാം. ഇതൊക്കെ കോഡൊക്കെ സെയിം തന്നെ ഫീച്ചേഴ്സ് ആയിട്ട്, അതായത് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫീച്ചേഴ്സ് ആയിട്ടും ഫീച്ചേഴ്സ് ആയിട്ടും വൈ എന്ന് പറയുന്നത് നമ്മുടെ ടാർജറ്റും ആണ്, ടാർജറ്റ് കോളം ആണ്. സോ അത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ടെസ്റ്റ് സൈസ് 0.2 തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 0.3 ആക്കിയാൽ 70-30 എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ 0.2 പകരം 0.3 ആക്കണമെങ്കിൽ ആക്കാം. അതേപോലെ റാൻഡം സ്റ്റേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 20 ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, വേണമെങ്കിൽ 42 ആണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ കൊടുക്കാം. അതിന് യാതൊരു ഇഷ്യൂസും ഇല്ല. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് 80% ട്രെയിനിങ്ങിനും 20% ടെസ്റ്റിങ്ങിനും ആണ്. ദെൻ റാൻഡം സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യാതെ ഷഫിൾ ചെയ്തിട്ട് എടുക്കുന്ന ആ ഒരു ട്രെയിനിങ്ങിനും ടെസ്റ്റിങ്ങിനും നമ്മൾ ഷഫിൾ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. സോ ഒരു സീക്വൻസ് സ്റ്റാർട്ടിങ്ങിലെ പോർഷനും എൻഡിങ്ങിലെ പോർഷനും ഡിഫറെൻ്റ് ആണെങ്കിൽ അത് നമ്മുടെ പ്രിഡിക്ഷനെ എഫക്റ്റ് ചെയ്യരുത്. സോ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റാൻഡം സ്റ്റേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ നമ്മൾ എന്താണ്, നമുക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ലോജിസ്റ്റിക് റിഗ്രഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി റിഗ്രഷൻ്റെ എക്സ്ചേഞ്ച് ഷേപ്പ് നോക്കിയത് നമുക്ക് എത്ര എണ്ണം വീതം ആക്ച്വലി എത്ര റോസിനെ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കൗണ്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷേപ്പ് ചെക്ക് ചെയ്ത് നോക്കിയത്. ദെൻ നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ മോഡൽ നമ്മുടെ ഡാറ്റേനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രിഡിക്ഷൻസ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് മോഡലിൻ്റെ സ്കോർ നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്ന് മാത്രം. ട്രെയിനിങ്ങിൻ്റെയും ടെസ്റ്റിങ്ങിൻ്റെയും സ്കോർ ജസ്റ്റ് നമ്മളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു സ്കോർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, നമ്മൾ മോഡലിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പോവാണ്. സോ വൈ പ്രെഡ് ഈക്വൽ ടു ഇത് കൊടുത്തിട്ടുണ്ട്, മോഡൽ ഡോട്ട് പ്രിഡിക്റ്റ് ഓഫ് എക്സ് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ മോഡലിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ആക്യുറസി നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല. ഡാറ്റ ഫ്രെയിം നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ്ലി ഡാറ്റ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജ് ഡാറ്റ മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഒന്ന് കാണണ്ടേ എന്താണ് പ്രിഡിക്റ്റഡ് വാല്യൂ ആക്ച്വൽ വാല്യൂ വരുന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടണ്ടേ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഒരു ഡാറ്റ ഫ്രെയിം പോലെ ഡിസ്പ്ലേ ചെയ്തത്. ദെൻ ആക്യുറസി സ്കോർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ആക്യുറസി സ്കോർ എന്ന് പറയുമ്പോൾ എത്ര കറക്റ്റ് പ്രിഡിക്ഷൻ വരുന്നുണ്ട് എന്നുള്ളൊരു സ്കോറാണ് നമുക്ക് അത് കാണിക്കുന്നത്.
ദെൻ കൺഫ്യൂഷൻ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എത്ര എണ്ണം കറക്റ്റ് ആയിട്ട് വന്നു, എത്ര എണ്ണം ഇൻകറക്റ്റ് ആയിട്ട് ഓരോ ക്ലാസ് ഓരോ കാറ്റഗറിയിലും എത്ര എണ്ണം കറക്റ്റ് ആയിട്ടും എത്ര എണ്ണം ഇൻകറക്റ്റ് ആയിട്ടും വന്നു എന്നുള്ളൊരു കൗണ്ടാണ് നമുക്ക് അവിടെ വരുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൽ പ്രിസിഷൻ ഉണ്ട്, റീകോളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്പർ കൗണ്ട് പോലെ നമുക്ക് കിട്ടും. ദെൻ നെക്സ്റ്റ് എന്നത് നമുക്ക് വേണമെങ്കിൽ കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കാം. നമ്മൾ ലാസ്റ്റ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കോയിഫിഷ്യന്റ് ഈക്വൽ എന്ന് കൊടുക്കാം പി ഡി ഡോട്ട് ഡാറ്റ ഫ്രെയിം, പി ഡി ഡോട്ട് ഡാറ്റ ഫ്രെയിം ബ്രാക്കറ്റിൽ മോഡൽ ഡോട്ട് COEF ഒരു അണ്ടർസ്കോർ കൊടുക്കുക, കോയിഫ് കൊടുത്തിട്ടുണ്ട്, കോമ കോളംസ് ഈക്വൽ ടു എക്സ് ഡോട്ട് കോളംസ് കൊടുക്കുക, അതായത് നമ്മുടെ ഫീച്ചേഴ്സിന്റെ കോളംസ് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുക സോ ഇവിടെ നമുക്ക് വെറൈറ്റി കൊടുക്കാം. ഈക്വൽസ് ലേബിൾ എൻകോഡറിന്റെ നെയിം ഡോട്ട് പ്രിന്റ് ഓക്കെ. ലേബിൾ എൻകോഡർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ഓക്കെ, ലേബിൾ എൻകോഡർ ഡിഫൈൻ ചെയ്യാം. From sklearn dot preprocessing, from sklearn dot preprocessing import കൊടുക്കാം ലേബിൾ എൻകോഡർ. ഓക്കെയാണ്, നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പം ഇതിന് മുമ്പായിട്ട് ഈക്വൽ ടു ലേബിൾ എൻകോഡർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കുക, റൺ ചെയ്യുക. ഇതാണ് ഈക്വൽ ടു ലേബിൾ എൻകോഡറിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ക്ലാസ് കൊടുക്കാം, റൈറ്റ് എല്ലാ ക്ലാസ് കൊടുക്കാം. ലേബിൾ എൻകോഡർ നമ്മളിവിടെ കൊടുത്തത് കറക്റ്റ് ആണ്. പിന്നെ അതിന് ശേഷം എൻകോഡ് ചെയ്യണം. സോ വൈ എൻകോഡഡ് ഈക്വൽ ടു LE ഡോട്ട് കൊടുക്കാം, ഫിറ്റ് ട്രാൻസ്ഫോം കൊടുക്കാം. ഫിറ്റ് ട്രാൻസ്ഫോം ബ്രാക്കറ്റിൽ നമ്മുടെ ടാർഗറ്റ് കോളത്തിനെയും കൂടെ കൊടുക്കാം. ബൈ ഓക്കെ.
കമൻറ്റ് ചെയ്തിരുന്നുണ്ട്. നമുക്ക് ആ ലേബൽ എൻകോഡറിനെ എനേബിൾ ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഇതിന് മുകളിലായിട്ട് നമ്മൾ ലേബൽ എൻകോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. സോ സെപ്പൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്ത്, അതിൻ്റെ ഓരോന്നിൻ്റെയും നമുക്ക് കറസ്പോണ്ടിങ് ലെറ്റേഴ്സ് നമ്മൾ ലേബൽ എൻകോഡിങ് നേരത്തെ ചെയ്തിട്ടുണ്ടായില്ല, എന്നിട്ടാണ് ഇത് ചെയ്തത്, അതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വന്നത്. ലീ ഡോട്ട് ക്ലാസ് അല്ല, ക്ലാസ്സസ് പറഞ്ഞിട്ടാണ് ആ ഒരു ഫംഗ്ഷൻ. ബിക്കോസ് നമ്മൾ ആ ഒരു ലേബൽ എൻകോഡിങ് ചെയ്ത ആ കോളംസിനെ റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലീ ഡോട്ട് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുന്നത്. സോ അത് അൺഡു ചെയ്ത് കിട്ടുന്ന പോലെ നമ്മൾ എന്താണ് ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ക്ലാസ്സസിനെ സെപ്പറേറ്റ്ലി എന്താക്കിയിട്ട് വരും, ടെക്സ്റ്റൽ ഡാറ്റ ആക്കിയിട്ട് നമുക്ക് കിട്ടുവാണ് അവിടെ ചെയ്യുന്നത്. സോ ക്ലാസ്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഒറിജിനൽ കാറ്റഗറി നെയിംസ് കൊടുക്കുന്നുണ്ടല്ലോ, അതാണ് അവിടെ വരുന്നത്. ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷം നമുക്ക് എന്തായിരിക്കും, ന്യൂമറിക്കൽ ലേബിൾസ് ആയിരിക്കും കിട്ടുന്നത്. അതായത് 0, 1, 2 എന്നൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവേഴ്സ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതായത് ആ ഇൻവേഴ്സ് ട്രാൻസ്ഫോമിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, 0, 1, 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ എൻകോഡ് ടാർഗറ്റ് കോളത്തിന് എൻകോഡ് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കുക, ലീഡ് ഔട്ട് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കൊടുത്താലും മതി, നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. സോ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇത്രയാണ് നമ്മുടെ ഐറിസ് പ്രോബ്ലത്തിൽ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒറ്റ വിഷ്വലൈസേഷനെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് കൂടാതെ വേറെയും വിഷ്വലൈസേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് വിഷ്വലൈസേഷൻസ് വേറെ ആഡ് ചെയ്യാം കേട്ടോ. ഒത്തിരി പ്ലോട്ടിങ് നമുക്ക് അവൈലബിൾ ആണ്. സോ കുറച്ചും കൂടി കളർഫുള്ളായിട്ടും അട്രാക്റ്റീവായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സീബോണിൻ്റെ സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്ക് ഒത്തിരി പ്ലോട്ടിങ്സ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. സോ നമ്മൾ ന്യൂമറിക്കൽ കോളംസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, വിഷ്വലൈസേഷൻസ് ഒക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സോ മെയിനായിട്ട് നമ്മളൊരു കോളം അല്ലെങ്കിൽ ഒരു ഡാറ്റാ സെറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. നമുക്ക് വേണ്ടുന്ന ലൈബ്രറീസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഡാറ്റാ സെറ്റിനെ ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഡാറ്റയെ മനസ്സിലാക്കിയെടുക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, എന്തൊക്കെയാണ് ആ ഡാറ്റയിൽ ഏതൊക്കെയാണ് യൂണിക് വാല്യൂസ് വരുന്നതെന്നൊക്കെയുള്ള നല്ലപോലെ ഒന്ന് ഒബ്സർവ് ചെയ്യുക ഡാറ്റ എന്താണ്. ദെൻ എന്താക്കുക, ന്യൂമറിക്കൽ കോളംസിന് അല്ല കാറ്റഗറിക്കൽ കോളംസിൽ ന്യൂമറിക്കൽ ആക്കാൻ പറ്റുന്നതിനൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ഫീച്ചേഴ്സിനെ കംപ്ലീറ്റ് എന്താക്കണം, ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ എന്താണ്, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ട് ഡാറ്റ, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ബോക്സ് പ്ലോട്ടൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ദെൻ എന്താണ്, ലേബൽ എൻകോഡിങ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ദെൻ അതൊക്കെ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം വൺ ഹോട്ട് എൻകോഡിങ്ങോ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം, കൺവേർട്ട് ചെയ്യാൻ താല്പര്യം, അതൊക്കെ ചെയ്യാം. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഫീച്ചേഴ്സും ടാർഗറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുക, എക്സും വൈയും ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ദെൻ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുക. ട്രെയിനിങ് പെർസെൻറ്റേജും ടെസ്റ്റിംഗ് പെർസെൻറ്റേജും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കാൻ പറ്റും. സോ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ടെസ്റ്റിംഗ് പെർസെൻറ്റേജ് മാത്രമാണ്. സോ ബാക്കി എമൗണ്ട് എത്രയാണോ ഉള്ളത് അത് ട്രെയിനിങ്ങിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ എന്താണ്, നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്, നമ്മുടെ മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ദെൻ അത് വെച്ചിട്ട് പ്രിഡിക്ഷൻസ് ചെയ്ത് നോക്കാൻ പറ്റും. ദെൻ ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ അനലൈസ് ചെയ്യുക, കോഎഫിഷ്യൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും സ്റ്റെപ്സ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഡാറ്റ സെറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഓരോ ഫീച്ചറിലും ഓരോ ക്ലാസ്സിലും വരുന്ന ഇമ്പാക്ട്സ് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഈ കോഎഫിഷ്യൻ്റ്. ഫീച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്നത്. ഹയർ മാഗ്നിറ്റ്യൂഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും ആ ഒരു ഔട്ട്പുട്ട് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ പോസിറ്റീവ് നമ്പേഴ്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് കൂടുതലും ഇമ്പാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. സോ കോഎഫിഷ്യൻസും അതേപോലെ തന്നെ ഓരോ ഫീച്ചേഴ്സ് എങ്ങനെ നമ്മുടെ ആ ഒരു ഔട്ട്പുട്ടിനെ ഇമ്പാക്ട് ചെയ്യുന്നുള്ളതൊക്കെയാണ് നമ്മളിപ്പോൾ ഫൈനലി എന്ത് ചെയ്തത്, ഫൈൻഡ് ഔട്ട് ചെയ്തത്. സോ ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നെക്സ്റ്റ് വേറൊരു ഡാറ്റ സെറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. വിഷ്വലൈസേഷൻസ് വേറെയും വിഷ്വലൈസേഷൻസ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സോ അപ്പോൾ ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം.
എന്തെങ്കിലും ഉണ്ടോ? ഹലോ. ഇല്ല. ഓക്കെ ആണ്. സോ ഈ ഐറിസ് ഡാറ്റ സെറ്റ് ഓൾറെഡി തന്നിട്ടുള്ളതാണ്. സോ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കട്ടോ. ഡയബറ്റിക്സിന് ഞാൻ തന്നില്ലായിരുന്നോ? തന്നിട്ടുണ്ടായിരുന്നു. ഉണ്ട്. ചെയ്ത് വെച്ച് ഓക്കെ. സോ ഐറിസ് ഡാറ്റ വെച്ചിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. മനസ്സിലാക്കി ചെയ്യുക. വിഷ്വലൈസേഷൻസ് ഒക്കെ നല്ലോണം ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ആകെ 3 കോളംസേ ഉള്ളൂ ഫീച്ചേഴ്സ് ആയിട്ട്. സോ അതിന് ടാർജറ്റിന് വേണമെങ്കിൽ ന്യൂമറിക്കലേക്ക് കൺവേർട്ട് ചെയ്താൽ അതും കൂടി വിഷ്വലൈസ് ചെയ്യാൻ വേണമെങ്കിൽ ഇൻവോൾവ് ചെയ്യാം. ഓക്കെ. സോ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. താങ്ക് യു. താങ്ക് യു.